ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ഷേത്ര വിവരണമാണ് കേട്ടോ. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം. പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ എന്ന് അറിയപ്പെടുന്ന ഭഗവതിയെ സൗമ്യ സുന്ദരമായ രൂപത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നുണ്ട്. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു. ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഇക്കാരണത്താലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത്. ഉപദേവനായ ധർമ്മശാസ്താവിനും ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യമുണ്ട്. 3 പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ ആരാധിക്കുന്നത്. അതിനാൽ 3 രീതിയിലുള്ള അലങ്കാരവും 3 രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ്. വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി, അതായത് കൊല്ലൂർ മൂകാംബിക പ്രഭാതത്തിലും രാവിലെ 7 മണി വരെ, അതിനുശേഷം ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് മഹാലക്ഷ്മിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ അലങ്കരിച്ച ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും പ്രത്യേക ക്ഷേത്രത്തിൽ ഉഗ്രമായ ഭദ്രകാളി ഭാവത്തിലും ആരാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട 5 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത്. മാനസിക രോഗങ്ങളും തീരാത്ത വ്യാധികളും ചോറ്റാനിക്കരമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം. തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട്. 41 ദിവസം ഭഗവതിയെ ആരാധിച്ചാൽ ഏതു മഹാരോഗവും മാറുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതാണ് സത്യവും. കുഷ്ഠം പോലും ഈ ആരാധനാലയത്തിൽ നിന്ന് ഭേദമായതായി ഐതിഹ്യം പറയുന്നുണ്ട്. കൂടാതെ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ചോറ്റാനിക്കര ഭഗവതിയുടെ അനുഗ്രഹം തേടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ചോറ്റാനിക്കര. ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രം ചോറ്റാനിക്കരയാണ്. ചോറ്റാനിക്കരയിൽ 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് മേൽക്കാവ്, ഒന്ന് കീഴ്ക്കാവ്. മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന്റെ താഴെയായാണ് സ്ഥിതി ചെയ്യുന്നത്. ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത്. ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ജ്യേഷ്ഠാ ഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഇവരിൽ ശാസ്താവിന് ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു വരുന്നുണ്ട്. ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ഇവിടെ ശാസ്താവിനുള്ളത്. അതിനാൽ ശബരിമല തീർത്ഥാടകർ ധാരാളം ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടികയറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവം. ഇതിനിടയിൽ വരുന്ന മകം, പൂരം, തൊഴലുകളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, ദീപാവലി, മഹാശിവരാത്രി എന്നിവയും ഇവിടെ വിശേഷമായി ആചരിക്കാറുണ്ട്. ഇനി നമുക്ക് ഐതിഹ്യം എന്താണ് പറയുന്നതെന്നും കൂടെ നോക്കാം. വിദ്യാസമ്പന്നരുടെ നാടായ കേരളം, അവിടെ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലും ഇല്ല എന്നതിൽ അത്യധികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യർ ദേവീപ്രീതിക്കായി മൈസൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി തപസ്സിരിക്കും. ഏറെ കാലത്തെ കഠിന തപസ്സിനൊടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ മഹാസരസ്വതിയോട് അദ്ദേഹം തന്റെ ആഗ്രഹം പറയും. തന്റെ വാസസ്ഥാനമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം വിട്ടുപോവാൻ ഭഗവതി ആദ്യം സമ്മതിക്കില്ല.
എന്നിരുന്നാലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ഭഗവതി പ്രസാദിക്കും. പക്ഷേ ഭഗവതി ഒരു നിബന്ധന കൂടി വയ്ക്കും. അതായത് തിരിഞ്ഞു നോക്കരുതെന്നും അങ്ങനെ നോക്കിയാൽ താൻ അപ്രത്യക്ഷയാകുമെന്നുമുള്ള ഒരു നിബന്ധനയാണ് ശങ്കരാചാര്യർക്ക് മുന്നിൽ ഭഗവതി വച്ചത്. അങ്ങനെ നിബന്ധനയനുസരിച്ച് ഭഗവതി ശങ്കരാചാര്യരെ അനുഗമിക്കും. യാത്രാവേളയിൽ കൊല്ലൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലൊച്ച കേൾക്കാതായി. നിബന്ധന മറന്ന ശങ്കരാചാര്യരെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. നോക്കിയപ്പോൾ ഭഗവതി അവിടെ കുടിയിരിക്കുന്നതായി കണ്ടു. ആ സ്ഥലമായിരുന്നു പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഇതിൽ ഏറെ ദുഃഖിതനായി ശങ്കരാചാര്യർ. അദ്ദേഹം വീണ്ടും പ്രാർത്ഥന തുടങ്ങി. ദേവിയെ പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും കൊല്ലൂർ മൂകാംബികയിൽ തന്നെ കുടികൊള്ളുകയാണെന്നും അറിയിച്ചു. എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ തന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നും അവിടെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞേ കൊല്ലൂരിലെത്തുകയുള്ളൂവെന്നും ഭഗവതി അനുഗ്രഹിക്കും. ചോറ്റാനിക്കരയിലെത്തി തന്നെ ദർശിക്കുന്ന ഭക്തർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാകുമെന്നും ഭഗവതി അനുഗ്രഹിക്കും. ഈ ഐതിഹ്യത്തിന് ഉപോദ്ബലകമായി ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. ചോറ്റാനിക്കരയിൽ 4 മണിക്ക് നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബികയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്നർത്ഥത്തിൽ ജ്യോതിയാനയിച്ച കര എന്ന സ്ഥലത്തിന് പേര് വന്നു. പിന്നീട് അത് ലോപിച്ചാണത്രേ ചോറ്റാനിക്കര ആയത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ക്ഷേത്രസ്ഥാപനത്തെക്കുറിച്ച് അറിയാം. ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം കൊടും കാടായിരുന്നു അത്ര. ആദിവാസികളായ മലയരയന്മാരാണ് ഇവിടെ സ്ഥിരമായി താമസിച്ചിരുന്നത്. മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികൾ പറിച്ചും ജീവിതവൃത്തി കഴിച്ചിരുന്ന അവര് തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചും വന്നിരുന്നു. ഈ കഥ നടക്കുന്ന കാലത്ത് അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളുണ്ടായിരുന്നു. അതിദുഷ്ടനും ക്രൂരനുമായിരുന്നു കണ്ണപ്പൻ. അയാളുടെ വിനോദം അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായിരുന്നു അത്രേ. മാത്രവുമല്ല, അവയിൽ ഏറ്റവും ലക്ഷണമൊത്ത ഒന്നിനെ അയാൾ കാളിക്ക് ബലി കൊടുക്കുകയും അതിന്റെ മാംസം അനുചരന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കഥ നടക്കുന്ന കാലമായപ്പോഴേക്കും കണ്ണപ്പന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അയാൾക്ക് അപ്പോൾ സ്വന്തമെന്ന് പറയാനായിട്ട് ഒരു മകള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ അയാൾ മനസ്സു തുറന്ന് സ്നേഹിക്കുകയും ചെയ്തിരുന്നു. തന്റെ അച്ഛൻ നടത്തുന്ന മൃഗബലിയെ മനസ്സുകൊണ്ട് എതിർത്തിരുന്നുവെങ്കിലും ഉഗ്രപ്രതാപിയായ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവരുടെ കുടിലിലേക്ക് ഒരു പശു കടന്നു വരും. അതീവ തേജോമയമായിരുന്നു അതിന്റെ മുഖം. ഈ പശുവിനെ കാണാനിടയായ കണ്ണപ്പന്റെ മകള് അതിനെ സ്വന്തമായി വളർത്താൻ തുടങ്ങും. തന്റെ പതിവ് തെറ്റിച്ച് കണ്ണപ്പനും അതിനോട് സ്നേഹം കാണിച്ചു തുടങ്ങി. ഈ സംഭവം കണ്ണപ്പന്റെ അനുചരന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ അവർക്കും ഒന്നും പറയാനാകുമായിരുന്നില്ല. അങ്ങനെ കാലം കുറച്ചു കഴിഞ്ഞപ്പോ കണ്ണപ്പന് നാട്ടിൽ പശുക്കളെ കിട്ടാതായി തുടങ്ങി. ഗത്യന്തരമില്ലാതെ അയാൾ തന്റെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ സംഭവം അറിഞ്ഞ മകൾ ഓടി വന്ന് പശുവിനെ ബലി കൊടുക്കരുതെന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറയുകയുണ്ടായി. ആർത്തലച്ചു വന്ന മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിക്കുകയും അയാൾ അതോടെ മൃഗബലി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്നുള്ള കാലം അയാൾ കായ്കനികൾ തേടലും പശുവിനെ വളർത്തലുമായി സമയം ചിലവഴിച്ചു. പക്ഷേ പൂർവകർമ്മത്തിന്റെ ഫലമെന്നോണം ഒരു ദിവസം അയാളുടെ മകൾ അകാല ചരമം പ്രാപിക്കും. ഈ സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചെങ്കിലും മകളുടെ പശുവിനെ വളർത്തി അയാൾ ശിഷ്ടകാലം ചിലവഴിക്കുകയാണ്. ഇന്ന് ചോറ്റാനിക്കരമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം. കണ്ണപ്പന്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിന് പുറത്ത് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ. ആദ്യമായി ദേവി കുടികൊണ്ട ഭാഗമായതിനാൽ ഇവിടം ഇന്ന് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ വടക്കോട്ട് മാറുകയായിരുന്നുവെന്നാണ് കഥ. കണ്ണപ്പന്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം. ഇവിടെ ഗുരുതി പൂജ നടത്തുന്ന ഈ ഒരു സങ്കല്പം കൂടി വച്ചിടണം. ഇനി നമുക്ക് ഭഗവതി വധിച്ച യക്ഷിയെക്കുറിച്ചും ക്ഷേത്രത്തിലെ 2ാം അഭിഷേകത്തെക്കുറിച്ചും കൂടെ അറിയാം. ചോറ്റാനിക്കരയ്ക്ക് അടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്ത് കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി. വേദപണ്ഡിതനും മഹാമാന്ത്രികനുമെല്ലാമായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു കടുത്ത സ്ത്രീലമ്പടൻ കൂടിയായിരുന്നു, ഒരു കഥകളി ഭ്രാന്തൻ.
ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പൂണിത്തുറയിൽ കഥകളി കാണാൻ പോവുകയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെ വേണം യാത്ര പോകണം. അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത്. പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവീ മഹാത്മ്യം അദ്ദേഹത്തിന് കൊടുക്കാനുമുണ്ട്. അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു. അന്ന് പൗർണമി ദിവസമായിരുന്നു. നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനും വെറ്റില മുറുക്കാനും തീരുമാനിക്കും. പെട്ടെന്ന് എവിടെ നിന്ന് പാലപ്പൂവിന്റെ മണം ഒഴുകി വരാൻ തുടങ്ങും. തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായിട്ട് ഗുപ്തൻ നമ്പൂതിരിക്ക് തോന്നുകയും ചെയ്തു. മുമ്പിൽ വന്ന സ്ത്രീ താൻ വൈണ്ടലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാര്യസാരാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തും. പിന്നീട് ഇരുവരും ഒരുമിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടക്കും. അങ്ങനെ ഗുപ്തൻ നമ്പൂതിരിയും കാമാക്ഷി വാരസ്യാരും നടന്ന് കോശാപ്പള്ളി മനയുടെ മുന്നിലെത്തും. മഹാമാന്ത്രികനായ കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ഗുപ്തൻ നമ്പൂതിരി ഉടനെ താൻ അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവി മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു. വാരസ്യാരുടെ വേഷത്തിൽ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ്. ദേവി മഹാത്മ്യം കൈവശമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും നേരം യക്ഷിയുടെ ഉപദ്രവം ഇല്ലാതിരുന്നത്. തുടർന്ന് പുറത്തു വന്നു നോക്കുമ്പോൾ ഭീകര രൂപത്തിൽ യക്ഷി മുന്നിൽ നിൽക്കുന്നത് ഗുപ്തൻ നമ്പൂതിരി കണ്ടു. ഏറെ ഭയപ്പെട്ട് അദ്ദേഹം ഓടി ഗുരുവിന്റെ കാലിൽ വീണ് കരയും. കോശാപ്പള്ളി നമ്പൂതിരി തന്റെ കൈവശമുണ്ടായിരുന്ന 12 മാന്ത്രിക കല്ലുകൾ ശിഷ്യന് സമ്മാനിക്കും. എന്നിട്ട് പറയും, ഇനി സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാവുകയുള്ളൂ. നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊള്ളാം. കഥകളി കാണാൻ പോകണ്ട. അതിന് ശ്രമിച്ചാൽ യക്ഷി നിന്നെ കൊല്ലും. യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് പുറകിലോട്ട് എറിയുക. അപ്പോൾ യക്ഷി സ്ഥലം വിടും. തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടുകയാണ്. പിന്നാലെ യക്ഷിയുണ്ട്. കല്ലുകൾ 12 ചോറ്റാനിക്കരയ്ക്ക് എത്തും മുമ്പേ തീർന്നു. യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിച്ച ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയോട് കാര്യം പറയും. മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തന്റെ കയ്യിലുള്ള വിഴുപ്പ് തോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് കൊടുക്കും. എന്നിട്ട് പറയും, പൊയ്ക്കോളൂ, വേഗം ക്ഷേത്രത്തിലെത്താൻ നോക്കൂ പറയും. അങ്ങനെ ഗുപ്തൻ നമ്പൂതിരി ഓട്ടം തുടരും. അധികം കഴിയും മുമ്പ് തന്നെ ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ എത്തും. അപ്പോൾ സമയം 7:30 വെളുപ്പിന് കഴിഞ്ഞിരുന്നതിനാല് ക്ഷേത്ര നട തുറന്നിരുന്നു. നിർമാല്യവും അഭിഷേകവും മലർനിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അത്രയത്. കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് തോർത്ത് പുറത്തേക്കെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരിയെ യക്ഷി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ശ്രീലകത്തിൽ നിന്ന് ചോറ്റാനിക്കര അമ്മ ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങി വന്ന് തന്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തല വെട്ടി തല തെക്കേ കുളത്തിലേക്ക് എറിഞ്ഞു. ആ കുളം ഇന്നും രക്തക്കുളമെന്ന് അറിയപ്പെടുന്നു. ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി. ഇതിന്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു. ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷിയെ അടുത്തുള്ള കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്നുമാണ് ഐതിഹ്യം. ഇനി നമുക്ക് വില്ലുമംഗലം സ്വാമിയാരും മകം തൊഴലും കൂട്ടത്തിൽ കീഴ്ക്കാവിൽ അമ്മയെക്കുറിച്ചും അറിയാം. ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വിശേഷമാണ് മകം തൊഴിൽ. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷം കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകം തൊഴൽ. ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായ ഒരു കഥയുണ്ട്. ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് താഴ്ചയിൽ കാണപ്പെടുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിനും കാരണം. അതിങ്ങനെയാണ്. ഒരിക്കൽ പരമഭാഗവതനായ വില്ലുമംഗലം സ്വാമിയാര് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ് ഇവിടെ വരാനിടയായി. കുംഭമാസത്തിൽ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിൽ എത്തിയത്. ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് കാലിൽ എന്തോ തടയുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടും. തുടർന്ന് അത് എടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിന്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം പിറന്നെടുത്തത്.
ഐതിഹ്യമനുസരിച്ച് വില്ലുമംഗലം സ്വാമിയാർ കണ്ണപ്പന്റെ പുനർജന്മമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കണ്ണപ്പന്റെ അനുചരന്മാരുടെയും മുജ്ജന്മത്തിലെ പുണ്യമാണത്രേ അവരെ ഇവിടെ എത്തിച്ചത്. തുടർന്ന് മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ്. സാക്ഷാൽ ആദിപരാശക്തിയായ ചോറ്റാനിക്കരയമ്മ ശ്രീ നാരായണ സമേതനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്വാമിയാർ ദേവിപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഈ സംഭവം ഉണ്ടായത് കുംഭമാസത്തിൽ മകം നാളിൽ ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ്. ഈ സമയത്താണ് ഇന്നും മകം തൊഴൽ ദർശനം നടത്തി വരുന്നത്. സർവാഭരണ വിഭൂഷിതയായി ശംഖുചക്ര വരദാഭയങ്ങളോടെ ദർശനം നൽകുന്ന ചോറ്റാനിക്കരമ്മയെ തൊഴുത് നിരവധി ഭക്തർ മുക്തിയടയുന്നു. ആഗ്രഹ സാഫല്യത്തിനായുള്ള വഴിപാടായാണ് ഭക്തർ മകം തൊഴൽ നടത്തുന്നത്. മകം തൊഴലിന്റെ പിറ്റേ ദിവസം വരുന്ന പൂരം തൊഴലും പ്രധാനമാണ്. മകം തൊഴൽ സ്ത്രീകൾക്കും പൂരം തൊഴൽ പുരുഷന്മാർക്കും അതിവിശേഷമായാണ് കണക്കാക്കപ്പെടുന്നത്. ജാതി മതഭേദമേന്യ നിരവധി ആളുകളാണ് ഈ 2 ദിവസങ്ങളിലായി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങളാണ് കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടികയറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന മകം പൂരം തൊഴലുകളും. ധ്വജാതി മുറയ്ക്ക് അനുസരിച്ചുള്ള ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ഉത്സവത്തിനിടയിലെ 7ാം ദിവസമാണ് പ്രസിദ്ധമായ മകം തൊഴൽ. വില്ലുമംഗലം സ്വാമിയാർ കീഴ്ക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചതും അദ്ദേഹത്തിന് ലക്ഷ്മീനാരായണ ദർശനം ഉണ്ടായതായി പറയപ്പെടുന്ന ഈ പുണ്യദിനത്തിൽ പ്രഭാത പൂജകൾ കഴിഞ്ഞ് നടയടച്ചാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ നട തുറക്കും. വില്ലുമംഗലത്തിന് ദർശനം നൽകിയ ഭാവത്തിലാണ് അന്ന് ദർശനം. സാധാരണ ദിവസങ്ങളിൽ ചോറ്റാനിക്കരമ്മ ഇടം കൈകൊണ്ട് അനുഗ്രഹം ചൊരിയുമ്പോൾ മകം തൃക്കാർത്തിക നാളിൽ വലം കൈകൊണ്ട് അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് വിശ്വാസം. മകം തൊഴുന്നത് സർവമംഗളകരമാണ്. സർവാഭരണ വിഭൂഷിതയായി ദിവ്യവസ്ത്രങ്ങളും ദിവ്യായുധങ്ങളും ധരിച്ചു നിൽക്കുന്ന ഭഗവതിയെ ദർശിച്ച് അന്ന് ഭക്തർ തൃപ്തിയടയുന്നു. അമ്മേ നാരായണ എന്ന സ്തുതിയെക്കുറിച്ച് അറിയാം. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഉടലെടുത്ത പ്രശസ്തവും വ്യത്യസ്തവുമായ ഭഗവതി സ്തുതിയാണ് അമ്മേ നാരായണ. ഈ സ്തുതിയിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അമ്മ എന്നത് ഭഗവതി സ്തുതിയും നാരായണ എന്നത് മഹാവിഷ്ണുവിന്റെ സ്തുതിയുമാണ്. ചോറ്റാനിക്കരയിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ട് ഉണ്ടായതാണ് ഈ സ്തുതി. മേൽക്കാവിൽ ഭഗവതി പ്രതിഷ്ഠയുടെ വലതുവശത്ത് കൃഷ്ണശിലയിൽ തീർത്ത ചെറിയ മഹാവിഷ്ണു പ്രതിഷ്ഠയുമുണ്ട്. രണ്ടും ഒരേ പീഠത്തിലാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ കീഴ്ക്കാവിൽ ഭദ്രകാളി പ്രതിഷ്ഠയുമുണ്ട്. ഇതിനാൽ 3 പേരെയും കൂടി ചേർത്തതാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ചോറ്റാനിക്കരയിൽ ഭക്തർ സ്തുതിക്കുന്ന സ്തുതി. യഥാർത്ഥത്തിൽ വിഷ്ണു സമേതമായ ദേവിയെയാണ് ഉപയോഗിക്കുന്നെങ്കിലും കേരളത്തിലെ മറ്റു ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ സ്തുതി ചൊല്ലാറുണ്ട്. ദേവി തങ്ക അങ്കികൾ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി പൂർണ്ണ രൂപത്തിൽ ദർശനം നൽകുന്ന പുണ്യദിനം ചോറ്റാനിക്കര മകം. എല്ലാ ഭക്തർക്കും ഭക്തവത്സലയായ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.